കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്കറിയുന്ന കുറേ പേരുടെ ട്രെൻഡിങ് ഫോട്ടോസ് വരുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ, അതും പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ കുറേ ആൾക്കാരുടെ വളരെ സുന്ദരനും സുന്ദരിമാരായ, ഓൾറെഡി അവരൊക്കെ സുന്ദരനും സുന്ദരിമാരൊക്കെ തന്നെയാണ്, അതിനേക്കാൾ വേറെ സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് ഒക്കെ സാരി ഉടുത്തിട്ടും പല ഡ്രസ്സിലും പല പോസിലും സിനിമാ സ്റ്റൈലിലും ഒക്കെയുള്ള ഫോട്ടോസ് പെട്ടെന്ന് പ്രചരിക്കുന്നത് കണ്ടു. ഇൻസ്റ്റാഗ്രാമിലെ പ്രത്യേകിച്ച് പ്രൊഫൈൽ പിക്ചറുകളിലെ സ്റ്റാറ്റസുകളിലൊക്കെ അങ്ങനെ പറന്നു നടക്കുകയാണ്. അതൊക്കെ കണ്ടങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം വളരെ മധ്യവയസ്കരായ ആൾക്കാർ പോലും വളരെ ചെറുപ്പക്കാരായി സുന്ദരന്മാരായി ഭാര്യമാരോടൊപ്പവും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ അങ്ങനെ നിന്ന അടിപൊളി വേഷത്തിൽ അങ്ങനെ വരണം കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ, ഇതൊക്കെ എന്തായാലും ഒരു ജനറേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു റീല് ശ്രദ്ധയിൽപ്പെടുന്നത്. അതൊരു പെൺകുട്ടിയുടെ റീലായിരുന്നു. അവർ പറയാണ്, ഞാൻ ജെമിനിയുടെ നാനോ ബനാനയോട് എൻ്റെ ഒരു സാരി ഉടുത്ത ഇമേജ് ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി കേൾക്കണ്ടേ നമുക്ക്? അത് കേൾക്കുന്നതിന് മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളിയും ചിരിയും വാർത്തകളും ആക്ഷേപഹാസ്യങ്ങളുമായി കുറച്ച് നേരത്തേക്ക്. അതിനായി സ്പേസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. റെഡിയായില്ലേ? സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ആ പെൺകുട്ടിയുടെ കഥയാണ്, റീലിൽ പറഞ്ഞ കഥയാണ് പറഞ്ഞത്. ആ പെൺകുട്ടിയെ പറയാണ്, ആ കുട്ടിക്ക് ഒരു പേരുണ്ട്, വളരെ ഇപ്പോഴും അത് റീൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു സ്വകാര്യ കാര്യങ്ങളായതുകൊണ്ട് നമ്മളത് പുറത്ത് പറയുന്നില്ല. അപ്പോൾ അവർ പറയാണ്, അവർ ഈ ഫോട്ടോ ആവശ്യപ്പെടുകയാണ്. ഈ ജെമിനി നാനോ AI ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയതായി ജെമിനി എന്നൊരു AI ടെക്സ്റ്റ് ടു ഇമേജ് വീഡിയോ ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണെന്ന് നമുക്കറിയാം. ഗൂഗിളിൻ്റെ ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ്. അത് 2-3 വർഷങ്ങളായിട്ടാണ് ഈ AI എന്നുള്ളൊരു ഭൂതം. നമുക്കറിയാം, രജനീകാന്തിൻ്റെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ, എന്തിന്? അതിനകത്ത് ഈ ഒരു ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ യന്ത്രം മനുഷ്യനെ കീഴ്പ്പെടുത്താൻ പോകുന്ന ഒരു ദുരന്തത്തെ പറ്റിയൊക്കെ അതിനകത്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്നാലുണ്ടാകാവുന്ന ഒരു ഭാവി സാധ്യത. കാരണം അതിനകത്ത് അറിയാം, നമുക്കൊരു കമാൻഡ് കൊടുക്കുമ്പോൾ, കാരണം അതിനകത്ത് യന്ത്രങ്ങൾക്ക് കമാൻഡ് കൊടുക്കുന്നതാണ് അതിലെ പ്രധാനം. എന്താണോ നമ്മൾ അങ്ങോട്ട് പറഞ്ഞത് അത് യന്ത്രങ്ങൾ വളരെ പകിട്ടായി ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി നിർവഹിക്കും. അപ്പം നമ്മളതിനകത്ത് എന്ത് ഫീഡ് ചെയ്യുന്നു അതാണ് കൃത്യമായിട്ട് ചെയ്യുക. പക്ഷെ ഒരു മനുഷ്യനോട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാ എന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു പോകുന്നൊരു സ്വഭാവം ഉണ്ട് അവന്. നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് താൻ പോടോ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ ഒരു യന്ത്രത്തിനോട് നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ആ യന്ത്രത്തിനോട് ആ കമാൻഡ് കൊടുത്താൽ അത് ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്രയും അനുസരണശീലമുള്ള അതാണ് ഈ യന്ത്രം അല്ലെങ്കിൽ ഈ AI എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. അത് കണ്ടുപിടിച്ചത് നമുക്കറിയാം. ഇതൊക്കെ തുടങ്ങുന്നത് ഏതാണ്ട് ഇതിൻ്റെ ഒരു ഫാദർ, AIയുടെ ഒരു ഫാദർ എന്ന് പറയുന്നത് ജോൺ മെക്കാർത്തിയാണ് യഥാർത്ഥത്തിൽ AIയുടെ ഫാദർ ഓഫ് AI എന്ന് പറയുന്നത്. 1956 മറ്റോ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, 10-75 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു അടിസ്ഥാനം കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പേപ്പർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. അതിനെ തുടർന്ന് വർഷങ്ങൾ നിരവധി കടന്നുപോയി. പിന്നീട് കമ്പ്യൂട്ടറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ടെലിഫോൺ രംഗത്ത് പിന്നീട് വരുന്നു, സ്മാർട്ട് ഫോൺ വരുന്നു. ആ സ്മാർട്ട് ഫോൺ നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നു. പല ജീവിതങ്ങളെയും തുലയ്ക്കുന്നുണ്ട്, ചില കുടുംബജീവിതത്തെ വേർപെടുത്തുന്നുണ്ട്. ഫോണിൽ അടിമപ്പെട്ട് നിരവധി കൊച്ചു കുഞ്ഞുങ്ങളുടെ ബുദ്ധി നിലവാരം വളരെ മോശമാക്കി, പഠനത്തിൻ്റെ നിലവാരം മോശമാകുന്നു, ജീവിതങ്ങളാകെ കെട്ടഴിഞ്ഞു പോകുന്നു. ഒരു വീട്ടിൽ തന്നെ പരസ്പരം കണ്ടുമുട്ടാതെ ജീവിക്കുന്ന ജീവിതങ്ങളാകുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ നിരവധി വിവാഹ ബന്ധങ്ങൾ തകരുന്നത് ഈ മൊബൈലിൻ്റെ പേരിലാണ്, അതിൻ്റെ യൂസേജിൻ്റെ പേരിലാണെന്നുള്ള നിരവധി വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ ജെമിനി നാനോ ബനാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അതിന് നമ്മുടെ ഫോട്ടോ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്ന തരത്തിൽ ആ ഫോട്ടോയെ മാറ്റിയെടുക്കുന്നതാണ് പറയുന്നത്. അതിൽ എന്തൊക്കെ ഇത് പറയാനുണ്ട്, അതിൽ എന്താ അത്ര വലിയ കാര്യം, എന്താ അത്ര ഡേഞ്ചർ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ അതിനകത്തൊരു ഡേഞ്ചർ ഉണ്ടെന്ന് അത് ഉപയോഗിച്ച് ഒരു പെൺകുട്ടി, ഒരു ഇന്ത്യൻ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നതോടുകൂടെ അത് വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ടാണ്. നിറയെ പേര് അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. നിരവധി പേരെ അറിയുന്നവരും അറിയാത്തവരും നിരവധി പേര്, നമ്മുടെ സ്വന്തക്കാർ, എനിക്ക് തോന്നുന്നത് വലിയ ട്രെൻഡിങ് ആണ്. പ്രമുഖരായവരും അല്ലാത്തവരും ഒക്കെ ഇപ്പോൾ സാരി ട്രെൻഡിങ് എന്നും പറഞ്ഞിട്ട് ജെമിനിയുടെ വലിയൊരിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇത് ഞാനാണത്രേ, എന്നാൽ പിന്നെ ഞാനും എന്നൊക്കെ പറഞ്ഞ അടിക്കുറിപ്പോടുകൂടി പലരും സ്റ്റാറ്റസ് ഇടുകയാണ്. അങ്ങനെ പറഞ്ഞ് എന്നാൽ പിന്നെ ഞാനും തുടങ്ങിയ നിരവധി അടിക്കുറിപ്പുകളോടെ നമ്മളെ
ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ പെൺകുട്ടികളൊക്കെ ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മാറ്റമാണ്. അവരെ നേരിട്ട് കാണുമ്പോഴും AI-യിലെ ഈ ഫോട്ടോ കാണുമ്പോഴും നമ്മൾ അന്തം വിട്ടു പോകുന്ന തരത്തിലുള്ള രൂപമാറ്റമാണ് അവരുടെ. നമുക്ക് മുഖത്തുനിന്ന് പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നു ആ AI-യുടെ ഒരു പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് അതിൻ്റെ അപകടം എന്ന് പറയുന്നത്? ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയതാണ്. അവരൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിൽ അവരുടെ മുഖം അവർ കാണിക്കുന്നുണ്ട്. അവർ ചുരിദാറോ മറ്റോ ധരിച്ചിട്ടാണ് അത്രയാ ഫോട്ടോ അപ്ലോഡ് ചെയ്തത്. പക്ഷെ അവരൊരു സാരിയിൽ വെയർ ചെയ്ത ഫോട്ടോ ആണ് ആവശ്യപ്പെട്ടെന്ന് പറയുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടതിൽ അവരുടെ ആ ഫോട്ടോയിൽ കാണാത്ത ഒരു മറുകുള്ള, യഥാർത്ഥത്തിൽ അവരുടെ ശരീരത്തിലുള്ള ഒരു മറുക് കാണിച്ചുകൊണ്ടാണ് AI ജനറേറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത്. AIക്ക് എങ്ങനെയാണ് എൻ്റെ ഈ മറുക്, എൻ്റെ ശരീരത്തിലുള്ള മറുക് കാണാൻ കഴിഞ്ഞത്? അതിലുള്ളൊരു ഫോട്ടോ എങ്ങനെ ജനറേറ്റ് ചെയ്തു? ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്. മോഹൻലാലിനെ ഒരു നടി, എനിക്ക് ആ സിനിമയുടെ പേരും കഥാസന്ദർഭം ഒന്നും ഓർമ്മയില്ല, പക്ഷേ നടിയുടെ പേരൊന്നും ഓർമ്മയില്ലെങ്കിൽ ആ രസകരമായ സംഭവം ഓർമ്മയുണ്ട്. ഒരു കണ്ണട ധരിച്ച് മോഹൻലാലിനെ നോക്കുന്നുണ്ട്. ഇപ്പം എനിക്കെല്ലാം കാണാം, നിങ്ങളുടെ ഇതുകൂടെ നോക്കിയാൽ നിങ്ങളുടെ നഗ്ന ശരീരം കാണാം എന്നർത്ഥത്തിൽ ഒരു ഡയലോഗ് കാണുമ്പോൾ മോഹൻലാൽ ചൂളിപ്പോകുന്ന ഒരു രംഗമൊക്കെ നിങ്ങൾ ആ സിനിമ കണ്ടവർ ഓർക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ എന്തോ ഒന്ന് ഈ ഈ ഇമേജ് ജനറേഷനും ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ? ഗൂഗിളിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള ക്യാമറ കണ്ണുകൾ എന്തെങ്കിലും ഉണ്ടോ? അതോ ഗൂഗിൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നോ, യൂട്യൂബിൽ നിന്നോ, ഇവരെപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്ത മറ്റു ഫോട്ടോകളിൽ നിന്നോ ഒരേ സമയം ഒരു പ്രോംപ്റ്റും കൊടുക്കണം. ഇന്നത് വേണം, സാരി ഉടുത്ത ഒരു ഫോട്ടോ വേണം എന്ന് പറയുമ്പോഴാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ആ പ്രോംപ്റ്റിൽ എവിടെയും ഇവർ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവരെ പോലെയുള്ള ഫോട്ടോ തിരഞ്ഞു പോകുന്നുണ്ടാവാം. അവരുടെ മുഖസാദൃശ്യമുള്ള മറ്റേതെങ്കിലും ഇത് തിരഞ്ഞു പിടിച്ച് അവരുടെ ഒറിജിനൽ ഏതെങ്കിലും ഫോട്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പിടിച്ച് ഈ മറുക് കണ്ടെത്തുന്നതാണോ എന്ന നിരവധി സംശയങ്ങളാണ് നോക്കുന്നത്. ഇതിനെതിരെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു പോലീസ് വലിയ വാണിംഗ് കൊടുക്കുന്നു എന്നാണ് അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. അത് സജ്ജനാർ എന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനെതിരെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും കിട്ടിയിട്ടാണോ എന്നറിയില്ല, മാധ്യമം വഴി വലിയ തോതിലുള്ള ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ വളരെ ജാഗ്രത വേണം. നിങ്ങളെ പ്രൈവറ്റായ ഫോട്ടോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യരുത്, സ്വകാര്യ നിമിഷങ്ങളുള്ള ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യരുത്. വളരെ ശ്രദ്ധിച്ച് വേണം ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടാൻ എന്ന് പറയുന്നുണ്ട്. കാരണം കൗതുകമാണ് ഇതിനകത്തുള്ളത്. തന്നെ കുറേ കൂടെ ഭംഗിയോടെ എല്ലാവർക്കും പ്രസൻറ്റബിൾ ആയിരിക്കുക. മേക്കപ്പ് എന്നൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ സുന്ദരനും സുന്ദരിമാരും ഒക്കെ ആയിട്ടാണ് എവിടെയും പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഒറിജിനൽ ഈ രൂപത്തിനേക്കാൾ ഒന്ന് മുഖത്തൊക്കെ പൗഡർ ഇട്ട് ചന്തക്കാരനായി കണ്ണെഴുതി, പെൺകുട്ടികളെ കണ്ണെഴുതി പൊട്ടിട്ട് സുന്ദരിയായിട്ട് മുടി ചെയ്യുകയും എല്ലാം ചെയ്ത് നല്ല ഡ്രസ്സ് ചെയ്ത് ഇറങ്ങാൻ താല്പര്യപ്പെടുന്ന പോലെ ഒരൊറ്റ കമാൻഡിൽ അത്തരത്തിലൊരു ഫോട്ടോ ജനറേറ്റ് ചെയ്യണം. മറ്റേ നമ്മളതൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ അപ്പോൾ അതൊന്നും വേണ്ട. നമ്മൾ ആവശ്യപ്പെട്ടാൽ എന്താണോ ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ ഫോട്ടോ എടുത്ത് തരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇത് എന്നുള്ളതാണ്, ഒരു ആപ്ലിക്കേഷനാണ് അതെന്ന്. അപ്പോൾ ഇത് വലിയ ഡേഞ്ചറാണ് എന്നുള്ളത് വാണിംഗ് തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകർ പറയണം. ഇതിലെന്തെങ്കിലും അപകടം പതിയിരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പുറത്ത് പറഞ്ഞപ്പോൾ അതിനോട് നിരവധി കമൻറ്റുകൾ വന്നു. ഇല്ല അങ്ങനെ ഒന്നും ഒരു സാധ്യതയും ഇല്ല, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കും, നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ അപ്ലോഡ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ബൈ കാഷ്വലായിട്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കാം, മനഃപൂർവ്വമായിരിക്കില്ല. അതങ്ങനെ വന്നപ്പോൾ കാഷ്വലായി നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. പിന്നെ പലതും പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടത്തെ കയ്യിലല്ലേ വലത്തെ കയ്യിലല്ലല്ലോ. അതൊക്കെ ഫോട്ടോ സെൽഫി എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ള ലളിതമായ ഉത്തരം അതിനകത്തുണ്ട്. അങ്ങനെ നിരവധി വാദപ്രതിവാദങ്ങളും അതിനോടുള്ള കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഗൂഗിള് അതിനോടൊരു മറുപടി പറഞ്ഞത് ഇതിനകത്ത് വലിയ ഡേഞ്ചറൊന്നുമില്ല, അതിനൊന്നും ഒരു സാധ്യതയുമില്ല എന്നൊക്കെയാണ്. അത്ര വളരെ സേഫായിട്ടുള്ളതാണെന്ന് പറഞ്ഞെങ്കിലും അതൊരു ഒഫീഷ്യൽ ഒരു റിപ്ലൈ ഇതുവരെയും ഗൂഗിൾ പുറത്തു വിട്ടിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷെ വളരെ ശ്രദ്ധിക്കണം, ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ അറിയാതെ തന്നെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ അടിച്ചു മാറ്റുന്നുണ്ടോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായി വിവരമുള്ളവർ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻ്റ് ഇടണം. അത് പൊതുജനത്തിന്, ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരും അവരുടെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് അത് കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുമ്പോൾ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും. അറിവുള്ളവർ പറയുമ്പോൾ അത്തരം തീരുമാനങ്ങളിലെത്താൻ പറ്റും. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ദിവസമെങ്കിലും നിങ്ങളൊരു 10-15 ഇത്തരം ഇമേജുകൾ നിങ്ങളുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും, എന്തിന് നിങ്ങളുടെ തന്നെ വീട്ടുകാർ തന്നെ
അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത്തരം ഇമേജസ് ജനറേറ്റ് ചെയ്ത് ആഘോഷിക്കുകയും തൃപ്തിപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ദുരന്തപരം എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിലേ അറിയുള്ളൂ. ഇതിൻ്റെ ഡേഞ്ചർ എന്താണെന്നുള്ളത് നമുക്കറിയാനേ കഴിയുന്നില്ല. എനിവേ, ആർക്കും ഒന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം ആശിക്കാം. അതുകൊണ്ട് നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.